ഇന്നിതാ നമ്മളെ ഒരു കുട്ടി ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാട്ടോ. വാവ പോകുമ്പോ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ ഷാർജയിൽ തന്നെയുള്ള വാസിക് വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പൊ ദാ നമ്മളെത്തിയപ്പോഴേക്കും ജസീലും വിജീഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അവര് കുറച്ചുകൂടി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതാ ഈ ബഗ്ഗി റൈഡിൽ കയറാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ട്ടോ. അവർ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കയറി റൈഡിന് പോകാനായിട്ട് 20 മിനിറ്റ്സ് ആട്ടോ അവർ പറയുന്നത്. ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ ചുമ്മാ ഒന്ന് കൊണ്ടുപോയി കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ചുറ്റിക്കാണിച്ച് നമ്മളെ തിരിച്ച് കൊണ്ടുവരും. ഈ പോകുന്ന വഴിക്ക് കുറേ പക്ഷികളെയൊക്കെ കാണാമെന്നാട്ടോ അവർ പറഞ്ഞത്. നമ്മൾ പോയത് നല്ല ലേറ്റ് ആയിട്ടാണ്. കുറച്ചുകൂടി നേരത്തെ പോവാട്ടോ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ പറ്റും. ഞങ്ങൾ ആകെ കണ്ടത് ഒരു കുട്ടി മുള്ളംപന്നീനെ മാത്രമാണ്. ബാക്കിയൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ കാര്യമായിട്ട്. പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോവുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. കൊള്ളാല്ലേ ബാക്കില് ഞങ്ങളിതാ ഈ കുട്ടി മുള്ളമ്മന്നീനെ മാത്രം കേട്ടോ കണ്ടത്. നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ബേർഡ്സ് ആട്ടോ ഉള്ളത്. 350 പരം ബേർഡ്സ് ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. കുറേ എണ്ണം അവിടെ വന്നു പോകുന്നതും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ വളർത്തുന്നതും ഉണ്ട് കേട്ടോ. ബഗി റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേർഡ്സിനെ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ കണ്ടിട്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ബേർഡ്സിനെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ.